അങ്ങനെ സീസൺ 6 അവസാനത്തെ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഓപ്പൺ നോമിനേഷൻ ആയിരുന്നില്ല ഇത്തവണ. എല്ലാവരെയും കൺഫെക്ഷൻ റൂമിൽ വിളിച്ച് ഇൻഡിവിജ്വലായിട്ടുള്ള നോമിനേഷനായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് സായിക്കായിരുന്നു. സായിക്ക് വീട്ടിൽ പോകണമെന്ന് സായി തന്നെ ആവശ്യപ്പെട്ടതിനാലാണ് സായിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് റീസൺ പറഞ്ഞത്. ആ കാരണത്താൽ സായിക്ക് 4 വോട്ടുകളാണ് ലഭിച്ചത്. രണ്ടാമത് നിൽക്കുന്നത് നന്ദനയാണ്. നന്ദനയ്ക്ക് 3 വോട്ടുകളാണ് ലഭിച്ചത്. നന്ദനയുടെ പക്വതയില്ലായ്മ, കുട്ടിക്കളി എന്നീ കാരണങ്ങളാണ് നന്ദന നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. മൂന്നാമത് നിൽക്കുന്നത് ശ്രീതുവാണ്. ശ്രീതുവിനും 3 വോട്ടുകളാണ് ലഭിച്ചത്. ശ്രീതു അർജുനുമായിട്ടുള്ള ഒരു കോംബോ സൃഷ്ടിക്കുന്നു എന്ന റീസണാണ് ശ്രീതുവിനെ നോമിനേറ്റ് ചെയ്തത്. പിന്നീട് നാലാമത് നിൽക്കുന്നത് ജാസ്മിനാണ്. ജാസ്മിന് ലഭിച്ചത് 2 വോട്ടുകളാണ്. ജാസ്മിന് പെട്ടെന്ന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി എന്ന കാരണത്താലാണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അടുത്തതായി നിൽക്കുന്നത് നോറയാണ്. നോറയ്ക്കും ലഭിച്ചത് 2 വോട്ടുകളാണ്. സ്ട്രോങ് അല്ല, ടോപ്പ് 5ലേക്ക് വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ല എന്നീ കാരണങ്ങളാലാണ് നോറ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. പിന്നീടുള്ളത് ഋഷിയാണ്. ഋഷിക്കും 2 വോട്ടുകളാണ് ലഭിച്ചത്. ഋഷി അൻസിബ പോയതിനു ശേഷം വീക്കായെന്നും അൻസിബയും ഋഷിയും തമ്മിലുള്ള കോംബോ പ്രേക്ഷകർ എങ്ങനെ എടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് ഋഷിനെ നോമിനേറ്റ് ചെയ്തത്. അടുത്തതായി നിൽക്കുന്നത് അഭിഷേകാണ്. അഭിഷേകിനും 2 വോട്ടുകളാണ് ലഭിച്ചത്. അഭിഷേക് ക്യാപ്റ്റൻസി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന റീസൺ കൊണ്ടാണ് അഭിഷേക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. പിന്നീടുള്ളത് അർജുനാണ്. അർജുൻ 1 വോട്ടുകളാണ് ലഭിച്ചത്. ശ്രീതുമായിട്ടുള്ള കോംബോ സൃഷ്ടിക്കുന്നുള്ള റീസൺ കൊണ്ടാണ് അർജുൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം സിജോയാണ്. സിജോയ്ക്കും ഈ തവണ 1 വോട്ടാണ് ലഭിച്ചത്. സിജോ കഴിഞ്ഞ 2 വീക്കായിട്ട് നോമിനേഷൻ ഫ്രീ ആയതുകൊണ്ടാണ് ഈ തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. ജിൻഡോയ്ക്ക് ഈ പ്രാവശ്യം വോട്ടുകൾ ഒന്നും ലഭിച്ചില്ല. ജിൻഡോനെ ആരും നോമിനേറ്റ് ചെയ്തില്ല ഈ തവണ. അങ്ങനെ അവസാനത്തെ ഈ നോമിനേഷൻ കഴിയുമ്പോൾ ജിൻഡോ, അർജുൻ, സിജോ എന്നിവർ നോമിനേഷൻ ഫ്രീ ആയിട്ടുണ്ട്. ബാക്കി 7 കണ്ടസ്റ്റൻസും ജനവിധി തേടുന്നതായിരിക്കും ഈ ആഴ്ച.